മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ മൈഗ്രെയിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത്. അതിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് ചില ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. ചില പ്രത്യേക തരത്തിലുള്ള മണം കിട്ടുമ്പോൾ മണമടിക്കുമ്പോൾ മൈഗ്രെയിൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഏത് ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ ഏത് മണമാണ് അങ്ങനെയുള്ള സാഹചര്യം തിരിച്ചറിയാൻ സാധിച്ച അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നതും ആ സാഹചര്യം ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് അവർ കൃത്യമായിട്ട് അതുപോലെ തന്നെയാണ് ലാക്ക് ഓഫ് സ്ലീപ്പ്. കൃത്യമായി ഉറങ്ങുന്നില്ലെങ്കിൽ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൃത്യമായി ഉറങ്ങുന്നുണ്ട്. ഒരു ദിവസം മിനിമം ഒരു 6 to 8 മണിക്കൂർ വരെ രാത്രിയിൽ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് മൈഗ്രെയിൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് കൂടുതൽ സ്ട്രെസ് ഉള്ളവർക്ക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. മൈഗ്രെയിൻ നേരത്തെ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളവർ വളരെ സ്ട്രെസ്ഫുള്ളായ കണ്ടീഷനിലൂടെ കടന്നു പോവാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ട്രിഗറിങ് ഫാക്ടേഴ്സിൽ ശ്രദ്ധിക്കുകയാണ്. അതായത് എന്തെങ്കിലും വാർണിംഗ് സയൻസ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്ത ഒരു പരിധി വരെ നമുക്ക് മൈഗ്രെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മൈഗ്രെയിനുള്ള മെഡിസിൻസ് എത്രയും പെട്ടെന്ന് കഴിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇനീഷ്യലായ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് മൈഗ്രെയിനുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. ലക്ഷണങ്ങൾ കൂടുമ്പോൾ കൂടുതൽ വേഴ്സനാക്കാൻ നിൽക്കുന്നതിനേക്കാളും മുമ്പ് പ്രത്യേകം അപ്പം തന്നെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ കൃത്യമായി കഴിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ കൃത്യമായി റെസ്റ്റ് എടുക്കുക. ഡാർക്ക് കൂൾ റൂമായിരിക്കും ഏറ്റവും നല്ലത്. അധികം ഒച്ചയും വെളിച്ചവും കൂടുതൽ ഡാർക്ക് അതായത് ബ്രൈറ്റ് ആയിട്ട് ലൈറ്റുള്ള റൂം റെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും തിരഞ്ഞെടുക്കുക. ഡാർക്കായ റൂം എടുക്കുക. അതുപോലെ തന്നെ അധികം സൗണ്ട് ഒന്നും ഇല്ലാത്ത റൂമാണ് ഇങ്ങനെയുള്ള മൈഗ്രെയിൻ വരുന്നവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട്. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ദിവസവും മിനിമം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം പല രീതിയിലായിരിക്കും, ചായ ആയിരിക്കും, പല രീതിയിലെങ്കിലും മിനിമം 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. മൈഗ്രെയിൻ വന്നിട്ടുള്ള പേഷ്യൻസ് വീണ്ടും മൈഗ്രെയിൻ വരാതിരിക്കാൻ അതായത് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള റുട്ടീൻ കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമെന്ന് നോക്കാം. പ്രത്യേകിച്ച് മൈഗ്രെയിൻ വന്നിട്ടുള്ളവർ കൃത്യമായ സ്ലീപ്പ് ഷെഡ്യൂള് മാനേജ് ചെയ്യുക. എല്ലാ ദിവസവും 10 മണിക്ക് വെച്ചാൽ 10 മണിക്ക് തന്നെ ഉറങ്ങാൻ കിടക്കുക. 11 മണിക്ക് വെച്ചാൽ 11 മണിക്ക്. അതായത് പല നേരം ഉറങ്ങാൻ കിടക്കുന്നത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായ ടൈമിൽ തന്നെ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുക. അത് നമ്മൾ കൃത്യമായി പാലിക്കുക. പല ഡിഫറൻഷ്യൽ സ്ലീപ്പിംഗ് വരുന്നത് മൈഗ്രെയിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് പലപ്പോഴും മാറാറുണ്ട്. അതുപോലെ തന്നെയാണ് മീൽസ്. നമ്മൾ ഭക്ഷണം ഓരോ മീല് കഴിക്കുന്നതും കൃത്യമായ ടൈമിൽ തന്നെ, അതുപോലെ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ചിലർക്ക് മീല് സ്കിപ്പ് ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് മൈഗ്രെയിൻ വരാനുള്ള ട്രിഗറിങ് ഫാക്ടറായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവ് റുട്ടീനാണ് റിലാക്സേഷൻ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടുള്ള റിലാക്സേഷൻ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പരിധിവരെ മൈഗ്രെയിൻ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ മൈഗ്രെയിൻ കൺട്രോൾ ചെയ്ത് നിർത്താനും പിന്നീട് വരാനുള്ള സാധ്യത കുറയ്ക്കാനും അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ കൂടുതൽ തവണ വരാനുള്ള സാധ്യതയും കുറയ്ക്കാൻ പറ്റും. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബി വെരി കെയർ. ഐ എം റോബിൻസ്.